വിഷ്ണുശാലിനിയുടെ അന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ ശാപവാക്കുന്ന പോലെ സത്യഭാമയുടെ നേരെ പത്മാവതിയമ്മ പറയുന്നുണ്ട്, നിങ്ങളും നിങ്ങളുടെ മകനെ കാണാതെ ആയിരിക്കും നിങ്ങളുടെ ചാവ് നടക്കുക, അന്വേഷിച്ച് നിങ്ങൾ അലയേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലിരിക്കുന്ന മണ്ണ് അങ്ങ് സത്യഭാമയുടെ മുഖത്തേക്ക് എറിയുകയാണ്. അന്നേരം രാഘവൻ നായർ വരെ ഇങ്ങനെ മുഖം മാറ്റുന്നുണ്ട് ആ ഒരു ശാപത്തിൻ്റെ ആ ഒരു തീഷ്ണതയിൽ. അന്നേരം സുസ്മിതയും ഒന്ന് ഭയന്ന് നിൽക്കുകയാണ്. പക്ഷേ ഒരു കുലുക്കവും ഇല്ലാതെ സത്യഭാമ നിൽക്കുകയാണ്. തുടർന്നും സത്യഭാമയാണെങ്കിൽ അങ്ങ് ദൂരത്തേക്ക് വെടിവെക്കുകയാണ്. എന്നിട്ട് സരോജത്തോട് പറയുന്നുണ്ട്, അടുത്ത ബുള്ളറ്റ് ഇവരുടെ നെഞ്ചത്തോട്ടായിരിക്കും തുളച്ചു കയറാൻ പോകുന്നത്, മര്യാദയ്ക്ക് ഇവർ കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ ആകെ പേടിക്കുന്ന സരോജമാണെങ്കിൽ പത്മാവതിയമ്മയും കൂട്ടി അവിടെ നിന്നങ്ങ് പോവുകയാണ്. ഇതേസമയം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, രോഹിത്തിനായിട്ടുള്ള അന്വേഷണം നീ അവസാനിപ്പിച്ചെന്ന് പറഞ്ഞത് ഉള്ളതാണോ എന്ന്. നേരം സത്യഭാമയ്ക്ക് വാക്കാണ് സത്യം എന്നിങ്ങനെ അഹങ്കാരത്തോടെ പറയുമ്പോൾ, നീ അന്വേഷിച്ചില്ലെങ്കിൽ വേണ്ട, രോഹിത് ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഉഗ്രമൂർത്തിയായ മഹാദേവനാണ് പഞ്ചകൈലാസത്തിലെ പ്രതിഷ്ഠ, എടുത്ത ജീവൻ വരെ തിരിച്ചു കിട്ടും, അത്രയ്ക്ക് വിളക്കുകൾ അവിടെ എരിയുന്നുണ്ട്, അവൻ തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നിങ്ങനെ അങ്ങ് ഒരു ഇടിമുഴക്കം പോലെ രാഘവൻ നായർ പറയുകയാണ്. അന്നേരം ഇത് കേട്ട് സുസ്മിത തെല്ല് ഭയന്ന് നിൽക്കുകയാണ്. പക്ഷേ ഭാമയ്ക്ക് ഒരു കുലുക്കവുമില്ല. തുടർന്ന് പഞ്ചകൈലാസമാണ് കാണിക്കുന്നത്. കൈലാസത്തിലെ ഒരു ആദിവാസി വീട്ടിൽ രോഹിത്താണെങ്കിൽ ആ കട്ടിൽ കിടക്കുകയാണ്. മുള വെച്ചുണ്ടാക്കിയ കയറൊക്കെ വരിഞ്ഞു കെട്ടിയ ഒരു കട്ടിൽ. പുറത്താണെങ്കിൽ രാജിയമ്മ എന്നൊരു സ്ത്രീ മരുന്നൊക്കെ ഉണ്ടാക്കുകയാണ് രോഹിത്തിന് വേണ്ടി. കൂടെ ഒരു പെൺകുട്ടിയുമുണ്ട്. അത് രാജിയമ്മയുടെ കൂട്ടായിട്ടുള്ള ഒരു അനാഥയായുള്ള പെൺകുട്ടിയാണ്. ഇതേസമയം രാജിയമ്മയുടെ ഒരു സഹോദരിയുണ്ട്, പാഞ്ചാലി വന്ന് രാജിയമ്മയെ ഗുണദോഷിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യുകയാണ്. ആരാണെന്ന് അറിഞ്ഞിട്ടാണ് നീ പയ്യനെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നത്. ചിലപ്പോൾ വലിയ വീട്ടിലെ പയ്യനായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കൊലപാതകം ചെയ്തിട്ടായിരിക്കും വരുന്നത്. ആരാ എന്താണെന്നൊന്നും അറിയാതെ ഇങ്ങനെ വീട്ടിൽ വെച്ചാൽ നമുക്ക് തന്നെ ആപത്തുണ്ടാകും. നമ്മുടെ ഗോത്രത്തിൽ, ആദിവാസി ഗോത്രത്തിൽ ചികിത്സ ചെയ്യുന്ന സ്ത്രീകൾ കന്യകമാരായിരിക്കും ഇരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നീ ഇപ്പോഴും കല്യാണം കഴിക്കാത്തത് എന്നുള്ള ഒരു ഓർമ്മ നിനക്ക് വേണം. ചിലപ്പോൾ പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നവനാണ് ഈ പയ്യനെങ്കിൽ നിനക്കതൊരു വയ്യാവേലിയാകും. ഞാനാണെങ്കിൽ ഉത്സവം കഴിയുമ്പോൾ അങ്ങ് എൻ്റെ കണവൻ്റെ വീട്ടിലേക്ക് പോകും. പിന്നെ നിനക്ക് ആര് തുണയുണ്ട്? ഇപ്പോൾ പോലീസും പട്ടാളവും ഒക്കെ അന്വേഷിച്ചു വരും. ഇവ ഇവിടെ കിടന്ന് ചത്താൽ എല്ലാത്തിനും നീ ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് രാജിയമ്മയും ഗുണദോഷിക്കുകയാണ്. നേരം രാജിയമ്മ പറയുകയാണ്, ആ പയ്യനെ എനിക്ക് കിട്ടിയത് ചെകുത്താംപാറയുടെ ആ പഞ്ചകൈലാസത്തിലെ അടിവാരത്ത് നിന്നാണ്. ചെകുത്താംപാറ നിന്നും ചിലപ്പോൾ കാൽ വഴുതി വീണതാവാനാണ് സാധ്യത. ഉയിര് ഒരു ശകലം ഉണ്ടായിരുന്നു ഇവിടെ കൊണ്ടുവരുമ്പോൾ. ദേഹം മൊത്തം മുറിവായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന പച്ചില മരുന്നൊക്കെ വെച്ച് ഒരുവിധം ഞാൻ ഭേദപ്പെടുത്തി വരികയാണ്. പക്ഷേ അവൻ്റെ ബോധം ഇതുവരെ വീണിട്ടില്ല. എനിക്ക് തുണയായിട്ട് ആരുണ്ടെന്ന് നീ ചോദിച്ചില്ലേ? എനിക്ക് മുത്തപ്പനാണ് തുണയായിട്ടുള്ളത്. ആ മുത്തപ്പൻ തന്നെ ആ പയ്യൻ്റെ ഓർമ്മയും ബോധവും ഒക്കെ തിരിച്ചു കിട്ടും എന്ന് രാജ്യം പറയുകയാണ്. തുടർന്നും അങ്ങ് പാഞ്ചാലി പറയുന്നുണ്ട്, ഇത് ആപത്താണെന്ന് പറയുമ്പോൾ ഞാൻ ഇവനെ കാണുമ്പോൾ അതൊന്നുമല്ല ചിന്തിക്കുന്നത്. ഇവനെ കണ്ണീരുമായിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരമ്മ ഇവനുണ്ടാകും. ആ അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാകും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇവനെ ഭേദപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെ എങ്ങനെ രാജിയമ്മ പറഞ്ഞ് രാജിയമ്മ കൂടെ അകത്തൊക്കെ പോയിട്ട് രോഹിത്തിനെ നോക്കുകയും പച്ചില മരുന്ന് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രോഹിത്താണെങ്കിൽ ഒരേ കിടക്കുകയാണ്. കൈ പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കുന്ന പോലെ മുളയൊക്കെ വെച്ച് കെട്ടിയിട്ട് ആ കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. മുഖത്ത് കുറേ മുറിവുണ്ട്, കാലിലും ഒരുപാട് പരിക്കൊക്കെ ഉണ്ട്. ഇതേസമയം ശാരദാമ്മയുടെ വീട്ടിൽ ശാരികയാണെങ്കിൽ ഉമ്മറവാദികൾ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ശ്യാമ വഴക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത്. നേരമാണ് വിഷ്ണു ഒരു ഓട്ടോയിൽ അവിടേക്ക് വരുന്നത്. എന്നിട്ട് വിഷ്ണുവിനെ കാണുമ്പോൾ ശാരിക ചാടി എന്നൊക്കെയാണ്. എന്താ ശാരികയ്ക്ക് മാത്രം സന്തോഷമില്ലാത്തത്, എന്താ ആലോചിച്ചിരിക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഒന്നുമില്ല, ഞാനിവിടെ വെറുതെ ഓരോന്നെന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും സന്തോഷമുണ്ടല്ലോ. ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, ഹോട്ടലൊക്കെ തുറന്നു, പിന്നെ ശാരികയ്ക്ക് മാത്രം ഒരു സന്തോഷമില്ല എന്ന് പറയുമ്പോൾ ചില സന്തോഷങ്ങൾ അങ്ങനെയാണ് വിഷ്ണുവേട്ടാന്ന് ഇങ്ങനെ ശാരിക പറയുക. അന്നേരം വിഷ്ണു പറയുകയാണ്, എങ്കിൽ ശാരികയുടെ സന്തോഷം ഞാൻ മൊത്തമായിട്ട് അങ്ങ് തിരിച്ചു തരട്ടെ, എന്നെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ സാധിക്കും എന്ന് പറയുമ്പോൾ ശാരിക ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഓട്ടോയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഓട്ടോയിലെ ആ ബാക്ക് സീറ്റിലേക്ക് നോക്കി വിളിക്കുകയാണ്, ഇങ്ങോട്ട് ഇറങ്ങാശാനെ, ഇത്രയും സസ്പെൻസ് ഒക്കെ മതി എന്ന് പറയുമ്പോൾ ഓട്ടോയിൽ നിന്ന് രാജീവ് ഇറങ്ങുകയാണ്. പക്ഷെ രാജീവ് മടിച്ചാണ് ഇറങ്ങുന്നത്. തുടർന്ന് രാജീവിനെ കാണുമ്പോൾ ശാരിക ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. പക്ഷെ രാജീവ് ശാരികയ്ക്ക് മുഖം കൊടുക്കുന്നില്ല. വിഷ്ണുവിൻ്റെ മറവിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഓട്ടോക്കാരന് പൈസ കൊടുത്ത് വിടുകയാണ്. ചേട്ടൻ വിട്ടോ, ഇനി ഈ മുതലിനെ ഇപ്പോഴൊന്നും തിരിച്ചു വിടാനായിട്ട് വിഷ്ണു ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് ചിരിച്ചു നിൽക്കുകയാണ്.
തുടർന്ന് മടിച്ചിരിക്കുന്ന രാജീവിനെ ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് വിഷ്ണു വിളിക്കുകയാണ്. അന്നേരം ശാരികയ്ക്ക് മുഖം കൊടുക്കാതെ രാജീവ് ഇങ്ങനെ തറയിലേക്ക് നോക്കിക്കുമ്പോൾ ഇതെന്താണ് ഇത്ര മസിൽ പിടിച്ച് നിൽക്കുന്നത്, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് കയറിയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് രാജീവ് അങ്ങ് തപ്പുകയാണ്. പക്ഷേ ശാരികയും രാജീവും പരസ്പരം നോക്കുന്നില്ല. പക്ഷെ ഒടുവിൽ രാജീവ് ഇങ്ങനെ ശാരികയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശാരികയും നോക്കി നിൽക്കുകയാണ്. ഇതേസമയമാണ് ശ്യാമ മുറ്റത്തേക്ക് വരുമ്പോൾ രാജീവിനെ കണ്ട് ശ്യാമയ്ക്ക് അങ്ങ് സന്തോഷമായിട്ട് ശാരദാമ്മയെ വിളിക്കാനായിട്ട് ശ്യാമ അങ്ങ് അകത്തേക്ക് ഓടുകയാണ്. തുടർന്ന് ശ്യാമ എന്ന് പറയുന്നുണ്ട്, ദേ വിഷ്ണുവേട്ടൻ രാജീവ് സാറിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന്. അത് കേട്ട് ശാരദാമ്മയും അങ്ങ് മുറ്റത്തേക്ക് വരുമ്പോൾ രാജീവ് വിഷ്ണുവിനെയും കൂട്ടി അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞിരുന്നു. പക്ഷേ അന്നേരവും ശാരികയ്ക്കും രാജീവിനും മുഖത്ത് നോക്കാനായിട്ട് ചെറിയൊരു രണ്ടുപേരും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. തുടർന്ന് രാജീവിനോടും ശാരദാമ്മയോടും എല്ലാവരോടുമായിട്ട് തന്നെ വിഷ്ണു അങ്ങ് ഇരുന്ന് പറയുകയാണ്, ഈ സാറിനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇവിടെ ഒരാളാണെങ്കിൽ രാജീവ് സാർ ഉപേക്ഷിച്ചു പോയി എന്നും പറഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്നു. ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ എന്നൊക്കെ പറഞ്ഞ് ശാരികയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശാരദാമ്മയോട് പറയുകയാണ്, ആള് വലിയ കക്ഷിയാണ്, നമ്മളാരും അറിയാതെ ട്രാൻസ്ഫർ വാങ്ങിപ്പോയി, അതും പാലായിലേക്ക്. ഞാൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഒരുപാട് സമയമെടുത്തു, എന്നാലും ദേ കൊണ്ടുവന്നിട്ടുണ്ട്, മുങ്ങി നടന്ന കക്ഷി ദേ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് സംസാരിക്കുകയാണ്. പക്ഷെ അപ്പോഴും രാജീവ് അങ്ങ് തപ്പി ഇരിക്കുകയാണ്, ശാരികയുടെ മുഖത്ത് നോക്കാനാകാതെ. തുടർന്ന് സാർ അകത്തേക്ക് ചെല്ല് എന്ന് രാജീവ് പറയുകയാണ്, വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം സാറ് ബാലൻ ചായ എടുക്കാമെന്ന് പറയുമ്പോഴും രാജീവ് മടിച്ചു നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു അകത്തേക്ക് ചെല്ലുമെന്നും പറഞ്ഞ് രാജീവിനെ അങ്ങ് തള്ളി അകത്തേക്ക് വിടുകയാണ്. തുടർന്ന് വാ വല്യേച്ചി എന്നും പറഞ്ഞ് മടിച്ചു നിൽക്കുന്ന ശാരികയും കൂട്ടി ശ്യാമയും അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് രാജീവ് അങ്ങ് അകത്തേക്ക് കയറുമ്പോൾ സാർ വായിരിക്കുമെന്നും പറഞ്ഞ് ശ്യാമ കസേരയൊക്കെ നീക്കിയിട്ട് കൊടുക്കുകയാണ്. തുടർന്ന് സാറിന് എന്താ കുടിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും മതി എന്ന് രാജീവ് പറയുന്നുണ്ട്. അന്നേരം ശാരിക അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ വല്യേച്ചി ഇവിടെ നിൽക്കുക, എന്തെങ്കിലും സംസാരിച്ചും പറഞ്ഞിരിക്കും, ഞാൻ ചായ എടുക്കാമെന്ന് ശ്യാമ പറയുകയാണ്. അന്നേരം ശാരിക പറയുകയാണ്, ഞാൻ അടുക്കളയിലേക്കല്ല, നല്ല തലവേദന, എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞിട്ട് ശാരിക അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ രാജീവിന് അങ്ങ് വിഷമവും ദേഷ്യവും ഒക്കെ വരികയാണ്. ശ്യാമയും അങ്ങ് അല്ലാതാകുന്നുണ്ട്. തുടർന്ന് ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് രാജീവിൻ്റെ മുഖം കാണാനാവാതെ ശ്യാമയും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പക്ഷേ രാജീവാണെങ്കിലോ എന്ത് ചെയ്യുമെന്നറിയാത്തൊരു നിസ്സഹാവസ്ഥയിൽ ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹാളിൽ നടക്കുകയാണ്. തുടർന്ന് ശാരികയാണെങ്കിൽ റൂമിൽ പോയി വിഷമിച്ചങ്ങ് ഇരിക്കുകയാണ്. അതേസമയം വിഷ്ണു മോനെന്താ അകത്തേക്ക് കയറാത്തത് എന്ന് ശാരദാമ്മ വെളി എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് അറിയാമല്ലോ ജോലിക്ക് എത്തണം, സമയം താമസിക്കുമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയെ മുറ്റത്തേക്ക് നിർത്തി വിഷ്ണു സംസാരിക്കുകയാണ്. ശാരദാമ്മയെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് രാജീവ് സാറിനെ കണ്ടുപിടിച്ചത്. ട്രാൻസ്ഫറായി പോയി എന്നല്ലാതെ കോളേജുകാർക്ക് വേറൊന്നും അറിയില്ലായിരുന്നു. താമസിക്കുന്ന സ്ഥലമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒരുപാട് ബുദ്ധിമുട്ടി. അതിനുശേഷമാണ് ഇങ്ങോട്ടത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴോ ഇങ്ങനെ ഒരു സ്വീകരണമായിരുന്നോ രാജീവ് സാറിന് വേണ്ടത്? ഒരു ഭാര്യ, ഭർത്താവിനെ പിരിഞ്ഞു നിൽക്കുന്ന ഒരു ഭാര്യയുടെ പക്ഷത്തു നിന്നും ഇങ്ങനെയാണോ വേണ്ടത്? സന്തോഷത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ ഒരു തുള്ളി കണ്ണീരെങ്കിലും ആ ശാരികയുടെ കണ്ണിൽ നിന്നും പൊടിഞ്ഞോ? ഒരു വാക്കെങ്കിലും സംസാരിച്ചോ? ഇങ്ങനെയാണോ വേണ്ടത് എന്നൊക്കെ അങ്ങ് വിഷ്ണു ചോദിക്കുമ്പോൾ അവിടെ ശാരദാമ്മയ്ക്ക് മറുപടിയില്ല. പക്ഷേ ശാരികയുടെ ഭാഗത്തും ന്യായമുണ്ട്. വിഷ്ണു പറയുന്നുണ്ട്, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉപേക്ഷിച്ച് പോയ ഭർത്താവിനോട് ദേഷ്യമൊക്കെ ഉണ്ടാകാം, പക്ഷേ നമ്മൾ ഒരുമിച്ച് പോയാലല്ലേ ദാമ്പത്യം മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് ശാരദാമ്മയോട് സംസാരിക്കുകയാണ്. ശാരദാമ്മ അങ്ങനെ മറുപടി ഇല്ല നിൽക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് ധാരണ ഇല്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആണുങ്ങളുടെ മനസ്സ് അങ്ങനെയാണ്. ഒരു സംശയത്തിൻ്റെ ഒരു തരി വീണ് കഴിഞ്ഞാൽ അതൊരു കനൽ പോലെ അവിടെ കിടന്ന് നേറിക്കൊണ്ടേയിരിക്കും. ചെറിയൊരു പ്രകോപനം ഉണ്ടാകാൻ മതി എല്ലാം തെറ്റിപ്പിരിഞ്ഞു പോകാനായിട്ട്. ശാരിക മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളും ബാലേന്ദ്രൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വേണ്ട സമയത്ത് എന്തുകൊണ്ട് സാറിനെ അറിയിച്ചില്ല എന്നാണ് സാറിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ ശാരദ പറയുന്നുണ്ട്, അപ്പോൾ സാർ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഫോണിൽ വിളിച്ചാൽ കിട്ടുന്ന പോലും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പക്ഷമാണ്. സാറിൻ്റെ പക്ഷം ഉണ്ടാകും. ഇത് ഇങ്ങനെ ഒരു മകൾ എന്ന നിലയിൽ ശാരദാമ്മ അതിനെ ആളി കത്തിക്കുകയല്ലാതെ ഊതിക്കെടുത്തുക തന്നെ വേണം. ഗോപാലകൃഷ്ണനെ സ്വീകരിക്കാനായിട്ട് ശാരദാമ്മയ്ക്ക് മനസ്സുണ്ടെങ്കിലും ആ ഒരു അവസ്ഥ സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ ശാരികയ്ക്കും ഉണ്ടാകരുത്. കാര്യങ്ങൾ ശാരദാമ്മ ഒന്നുകൂടി തീർച്ചപ്പെടുത്തണം, അവരെ ഒന്നിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് ശാരദാമ്മയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോവുകയാണ്. ഇതേസമയം അകത്ത് രാജീവാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ പോയി ശാരികയുടെ അവസ്ഥ പെരുമാറ്റം ഇങ്ങനെയും ഇറങ്ങിപ്പോകാനും വയ്യ. ആ ഒരു അവസ്ഥയിൽ രാജീവ് അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ കൂടി രോഹിത്തിന് ഓർമ്മ വീഴും. പിന്നെയാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.